ഇങ്ങനെ രാപകലില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ മുതലാളി? അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇത്ര വിഷമിക്കാനുണ്ടോ മുതലാളി? പൊന്നുംകുടം പോലൊരു ഭാര്യ, തങ്കക്കുടം പോലൊരു മോൻ, എന്തിനും പോന്ന ഒരു വേലക്കാരൻ, ഇതൊക്കെ പോരെ മുതലാളിക്ക്? എടാ മണ്ടൂസേ, എനിക്കിപ്പോൾ കണ്ടകശനിയാ. അത്രയല്ലേ ഉള്ളൂ? ശനിയാഴ്ച ദിവസം ഒന്ന് സൂക്ഷിച്ചാൽ മതിയല്ലോ. നേരെ മറിച്ച് കണ്ടക ശനിക്ക് പുറമെ കണ്ടക ഞായറും കണ്ടക തിങ്കളും കണ്ടക ചൊവ്വയുമൊക്കെ കൂട്ടത്തോടെ വന്നിരുന്നെങ്കിൽ മുതലാളി എന്ത് ചെയ്തേനെ? നിന്നോട് പറയാൻ ഞാനില്ല. കണ്ടകശനി എന്ന് പറഞ്ഞാൽ മോശമായ ദശ. എനിക്കിപ്പോൾ വളരെയേറെ മോശമായ ദശയാ. മുതലാളിക്ക് മോശമായ ദശയുണ്ടെന്ന് ആര് പറഞ്ഞു? കണ്ടാ ശകലം കുടവയറുണ്ടെന്നല്ലാതെ മുതലാളിയുടെ ദശയ്ക്ക് യാതൊരു ദോഷക്കുറവുമില്ല. എടാ, നിനക്കറിയാവോ, എൻ്റെ പെങ്ങളുടെ മോൾ ഗ്രേസിക്കുട്ടിയുടെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സ് നീറിപ്പോയ. ഗ്രേസിക്കുട്ടിക്ക് എന്ത് പറ്റിയെന്നാ മുതലാളി? എടാ, അവളെ ആദ്യം ഒരുത്തൻ കല്യാണം കഴിച്ചു. അയാൾ ഒരു ചതിയനായിരുന്നു. 5-6 മാസം കഴിഞ്ഞപ്പോൾ അയാൾ അവളെ ഇട്ടേച്ച് പോയി കളഞ്ഞു. എന്നിട്ട് ഗ്രേസിക്കുട്ടിയെ വീണ്ടും ഒരുത്തൻ കെട്ടി. കുറേ നാൾ കഴിഞ്ഞ് അവനും അവളെ ഉപേക്ഷിച്ചു. അവളൊരു പാവാണടാ. അവളെ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മരിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരുത്തനെ അന്വേഷിച്ച് നടന്ന് മടുത്തടാ ഞാൻ. നിന്റെ അറിവിൽ ഗ്രേസിക്കുട്ടിക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയുള്ള ചെറുക്കനാ മുതലാളി വേണ്ടത്? നല്ല സ്വഭാവമായിരിക്കണം. ഭാര്യ ഇട്ടേച്ചു പോകുന്നവനായിരിക്കരുത്. ഭാര്യയെ ഇട്ടേച്ചു പോകാത്ത ഒരു ചെറുക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് മുതലാളി. എവിടെയാടാ? നമുക്കതൊന്ന് ആലോചിക്കാം. പക്ഷെ അവൻ കെട്ടിക്കഴിഞ്ഞ ഭാര്യ ഇട്ടേച്ച് പോകത്തില്ലെന്ന് ഉറപ്പാണോ? അക്കാര്യം ഉറപ്പാ മുതലാളി. എങ്ങനെ ഉറപ്പിക്കാം? എങ്ങനെ ഉറപ്പിക്കാമെന്നോ? അവന് തളർവാദമാ മുതലാളി. മുറിയുടെ ഒരു കോണി ചുരുണ്ടു കൂടി കിടന്നോളൂ. ചൂലേ.